മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ഗുണ്ടാസംഘം നടത്തിയിട്ടുള്ള തേർവാഴ്ചയിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് CPIMൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ അക്രമം നടത്തിയത്. ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ അക്രമം നടത്തുക മാത്രമല്ല, കല്ലേറ് നടത്തി മലപ്പട്ടം പോലുള്ള ഒരു സ്ഥലത്ത് ഭീതിയുണ്ടാക്കാം, പ്രകോപനമുണ്ടാക്കിക്കൊണ്ട് അവിടെയാകെ അന്തരീക്ഷത്തെ ഒരു വല്ലാത്ത അന്തരീക്ഷം സൃഷ്ടിക്കാം എന്നൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വളരെ ആസൂത്രിതമായി യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പരിപാടി നടത്തിയിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലാണ് മലപ്പട്ടം സെൻറ്ററിൽ അടിഞ്ഞാട്ടം നടത്തിയത്. ചൂളിയാട് നിന്ന് മലപ്പട്ടം സെൻറ്ററിലേക്കാണ് അവർ മാർച്ച് വെച്ചത്. ഏതാണ്ട് 3-4 കിലോമീറ്റർ ചൂളിയാട് നിന്ന് മലപ്പട്ടത്തേക്ക് 3-4 കിലോമീറ്റർ ദൂരമുണ്ട്. മലപ്പട്ടം എത്തുന്നത് വരെ യാതൊരു പ്രകോപനവും ഉണ്ടായിരുന്നില്ല, യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ ചൂളിയാട് മുതൽ മലപ്പട്ടം വരെയുള്ള ജാഥ നടന്ന എല്ലാ കേന്ദ്രങ്ങളും, എല്ലാ പ്രദേശവും CPIMൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. ആ ശക്തി കേന്ദ്രങ്ങളിലൂടെ ജാഥ പോകുന്നതിന് ആരും ഒരു തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല. ജാഥ നടത്തുന്നതിന് ആർക്കും ഒരു തടസ്സം ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ജാഥ നടത്തുമ്പോൾ ആസൂത്രിതമായി മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ഗുണ്ടാസംഘങ്ങളെ ജാഥയുടെ പിന്നിൽ ഒരുക്കി തയ്യാറാക്കി നിർത്തി. ചൂളിയാട് നിന്ന് പ്രകടനം ആരംഭിച്ചു. പ്രകടനത്തിലെ മുദ്രാവാക്യം എന്താണെന്ന് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും. നിങ്ങൾ ആ മുദ്രാവാക്യം ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. കേട്ടല്ലോ, ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല. ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയ തങ്ങളാണെന്ന് ഇപ്പോൾ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് നാടിന് മുമ്പിൽ. ഇതുവരെ പറഞ്ഞ് ധീരജ് വഴിയെ പോകുന്ന സമയത്ത് അങ്ങ് മരണപ്പെട്ടു പോവുകയാണ് എന്നാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത്. എരന്ന് വാങ്ങിയ മരണമെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ KPCCയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കൃത്യമായി പറയുകയാണ്, യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ച് ആസൂത്രിതമായി ധീരജിനെ കുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് സമ്മതിച്ചിരിക്കുക. എന്നിട്ട് പറയുന്നത് എവിടെ വെച്ചാ? മലപ്പട്ടം എന്ന് പറഞ്ഞാൽ ധീരജിൻ്റെ നാട്ടിൽ നിന്ന് അധിക ദൂരമുള്ള സ്ഥലമല്ല മലപ്പട്ടം. ആ മലപ്പട്ടത്ത് വെച്ച് ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചാൽ അവിടെ ഉണ്ടാകുന്ന പ്രകോപനം എത്ര വലുതാണെന്ന് അറിയാത്തവരല്ല KPCCയുടെ മുൻ അധ്യക്ഷനും DCCയുടെ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റും. അപ്പോൾ വളരെ കൃത്യമായി പ്രകോപനമുണ്ടാക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി കലാപമുണ്ടാക്കാനുള്ള മുദ്രാവാക്യം വിളിക്കുക. എന്നിട്ട് ചൂളിയാടുന്ന് പ്രകടനം ആരംഭിച്ച് മലപ്പട്ടത്തേക്ക് എത്തുമ്പോൾ മലപ്പട്ടം പാർട്ടിയുടെ ഓഫീസിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഓഫീസിന് നേരെ കുപ്പിയെടുത്തെറിയുക, കുപ്പിയെറിയുക, കല്ലെറിയുക. അവിടെയല്ലേ തുടങ്ങിയ സംഘർഷം. എന്നിട്ട് ബോധപൂർവ സംഘർഷം ഉണ്ടാക്കുക. എന്നിട്ട് മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിനെ ആക്രമിച്ചു എന്നുള്ള ഒരു ചിത്രമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. യഥാർത്ഥത്തിൽ CPIMൻ്റെ നേതാക്കളായിട്ടുള്ള TK ഗോവിന്ദമാഷും PV ഗോപിനാഥും ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ പോയിട്ട് പ്രവർത്തകരെ
ആ നാട്ടുകാരെ സമാധാനിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര വലിയ സംഭവം അവിടെ ഉണ്ടാകുമായിരുന്നു. പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം ആസൂത്രിതമായിട്ടുള്ള നീക്കമല്ലേ അവിടെ നടത്തിയത്, നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. അങ്ങനെ പ്രകോപനം ഉണ്ടാക്കുമ്പോൾ നേതൃത്വം ചെയ്യേണ്ട പണിയാണ് CPM നേതൃത്വം അവിടെ ചെയ്തത്. എന്നാൽ DCCയുടെ പ്രസിഡന്റ് ചെയ്തതെന്താ? KPCC യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ചെയ്തതെന്താ? പ്രകോപനം ഉണ്ടാക്കുക എന്നുള്ളതാണ്, അക്രമം ഉണ്ടാക്കുക എന്നുള്ളതാണ്, എങ്ങനെയെങ്കിലും 2 തല്ല് വാങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ തല്ല് വാങ്ങി ഹീറോ ആവുക എന്നുള്ളതാണ്. ആ ഹീറോയിസത്തിലൂടെ രക്ഷപ്പെട്ടു പോകുന്നവർക്ക് അവരുടെ അടവെന്താണെന്ന് ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ ആസൂത്രിതമായി അക്രമം നടത്തി, പ്രകോപനമുണ്ടാക്കി, അക്രമം നടത്തി മലപ്പട്ടം പോലുള്ളൊരു പ്രദേശം മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയാത്തൊരു പ്രദേശമാണ് എന്നുള്ളൊരു ചിത്രമുണ്ടാക്കുക. അതുവഴി CPIM താറടിച്ച് കാണിക്കുക, അതുവഴി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ താറടിച്ച് കാണിക്കുക. അതിനുവേണ്ടിയല്ലേ ഈ പ്രചരണം നടത്തിയത്. നിങ്ങൾ നോക്കൂ, ഈ സംഭവത്തിന് തുടക്കം എവിടെയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പത്രത്തിൻ്റെ വാർത്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുക. യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിൻ്റെ അടുവാപ്പുറത്തെ പറമ്പിൽ സ്ഥാപിച്ച ഗാന്ധി സ്തൂപം തകർത്തതാണ് സംഘർഷങ്ങളുടെ തുടക്കം. ആണോ? ഒരല്പമെങ്കിലും സത്യസന്ധത കാണിക്കട്ടെ നിങ്ങൾ വാർത്ത എഴുതുമ്പോൾ. ഇതാണോ സംഘർഷങ്ങളുടെ തുടക്കം? ആ സംഘർഷങ്ങളുടെ തുടക്കം എവിടെ നിന്നാണെന്ന് കാണാത്തവരാണോ നിങ്ങൾ? കണ്ടില്ലേ? നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും. എവിടെ നിന്നാണ് ആ സംഘർഷം തുടങ്ങിയത് എന്നുള്ളത് വളരെ കൃത്യമായി കഴിഞ്ഞ 6-ാം തീയതി ഇവിടെ കണ്ണൂരിൽ നടത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ചിൻ്റെ ഇടയിൽ നടത്തിയിട്ടുള്ള പേക്കൂത്ത് അക്രമം നിങ്ങൾ കാണാത്തതാണോ? ആ അക്രമത്തിൽ കാണുന്ന പ്രതിയല്ലേ ഈ സനീഷ് എന്ന് പറയുന്ന ആള്? ആരൊക്കെ അക്രമത്തിലുള്ള അതിലുള്ള ചിത്രം കാണിച്ചു, അതിലുള്ള ചിത്രമായി നിങ്ങൾ നോക്കുക. ഇതാണോ സമരം? ഇങ്ങനെയാണോ സമരം? അപ്പോൾ അവിടെ വാർഷികത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള ബോർഡ് തകർക്കുന്ന ആരാ? നിങ്ങൾ നോക്കൂ. ഈ സനീഷ് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ തളിപ്പറമ്പ് നിയോജക മണ്ഡല സെക്രട്ടറിയാണ്. പിന്നെയുള്ളതാരാ? ഇപ്പം നിതിൻ നടുവനാട് പേരാവൂർ ബ്ലോക്ക് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ് ഇയാൾ. ഹർഷൻ മുണ്ടേരി KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. മഹിത മോഹൻ ഒരു പെൺകുട്ടി കൂടി അതിൻ്റെ കൂടെയുണ്ട്, തകർക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. ഇങ്ങനെ അതുൽ MC KSUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്. അർജുൻ കോറോ KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. സുധീഷ് വെള്ളച്ചാൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. ഞാനിത് പറയുന്നത് സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള ഒരു മാർച്ചെല്ലാം നടക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആരാ? മാർച്ചിൻ്റെ ഭാഗമായി അണിചേർന്നിട്ടുള്ള ഏതെങ്കിലും അണികളായിട്ടുള്ള സാധാരണ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും അവിവേകം കാണിച്ചു എന്ന് വരും. അങ്ങനെ അവിവേകം കാണിക്കുമ്പോൾ ആ അവിവേകം തടയേണ്ട ചുമതല ആർക്കാം? നേതൃത്വത്തിനല്ലേ. ഇത് യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ബോർഡ് വിളിക്കുന്നത്. നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? പ്രകോപനം ഉണ്ടാക്കുന്ന ആരാ? അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തീരുമാനിച്ച് പ്രകോപനം ഉണ്ടാക്കുക. അവിടെയല്ലേ തുടക്കം? അവിടുന്നല്ലേ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രതി താമസിക്കുന്ന സ്ഥലത്തല്ലേ ജനങ്ങൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? പ്രകോപനം തുടങ്ങിയ എവിടെയാ? നിങ്ങൾ നോക്കൂ, ഇതേ പത്രം അന്നത്തെ സംഭവത്തിനെ കുറിച്ച് കൊടുത്ത വാർത്ത നിങ്ങളൊന്ന് വായിക്കണം. സർക്കാരിൻ്റെ ബോർഡുകൾ തകർത്തെന്ന് CPM. സർക്കാരിൻ്റെ ബോർഡുകൾ തകർത്തെന്ന് CPM. എങ്ങനെയുണ്ട്? തകർത്തെന്ന് CPM.
നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾക്കപ്പോൾ തകർത്തെന്ന് CPM ആണ്. എന്നാൽ ഇപ്പറോ യൂത്ത് കോൺഗ്രസിൻ്റെ രക്തസാക്ഷി സ്തൂപം തകർത്ത് CPM പ്രവർത്തകർ. ഈ സംഭവം CPM പ്രവർത്തകർ തകർക്കുന്നത് മലയാള മനോരമ കണ്ടോ? നിങ്ങൾ ആരെയും കണ്ടോ തകർക്കുന്നത്? പക്ഷെ തകർത്ത് CPM പ്രവർത്തകർ. എന്നാൽ നാട്ടിൽ മുഴുവൻ വീഡിയോ കൃത്യമായിട്ട് കാണാം. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, KSUവിൻ്റെ നേതാക്കന്മാർ ബോർഡ്, മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഉള്ള ബോർഡ് തകർക്കുന്നത് മുഴുവനാക്കും കാണാം. പക്ഷെ കൊടുക്കുന്ന വാർത്ത എന്താ? തകർത്തെന്ന് CPM. ഇന്നലെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ കുപ്പിയെടുത്തെറിയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളാണ്, ഗുണ്ടാ സംഘമാണ് എന്ന് കണ്ടവരല്ലേ നിങ്ങൾ? തുടങ്ങിയത് അവിടെ നിന്നല്ലേ? എന്ത് സംഘർഷം മാത്രമായി പോകുന്നത്? അപ്പോൾ പ്രശ്നം ഏകപക്ഷീയമായി സംഘർഷമുണ്ടാക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസും KSUവും മൂത്ത കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി നടത്തുമ്പോൾ അതിനരുന്ന് സംഘർഷത്തിന് വെള്ളപൂശുന്ന, സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്ക് സഹായം നൽകുന്ന പണിയാണ് ചില മാധ്യമങ്ങൾ ചെയ്യുന്നത്. അതും തിരുത്തണം. നിങ്ങളതിനെ സഹായിക്കുക ചെയ്യുന്നത്. ചില വ്യാജന്മാരിറങ്ങിയിട്ടുണ്ട്. കുറേ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് AKG സെൻറ്റർ നേരെ ബോംബെറിഞ്ഞു. എന്താ അവിടെ വന്ന് പ്രസംഗിച്ച രണ്ട് വിദ്വാന്മാരും പറഞ്ഞത്? EP ജയരാജൻ്റെ നേതൃത്വത്തിലാണ് ബോംബെറിഞ്ഞത്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? എന്നിട്ട് പ്രതികൾ എവിടെ? പ്രതികൾ ബോംബെറിയാൻ ആളെ അയച്ച് ബോംബെറിഞ്ഞ് എന്നിട്ട് ആ ക്രിമിനലുകളെ ഒളിപ്പിച്ച് അവരെ കൃത്യമായി ഒളിപ്പിച്ച് വെച്ചു. പുറത്ത് അത്ര എളുപ്പം വരില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ചോദിക്കുകയാണ്, എന്താ പ്രതികളെ പിടിക്കാത്തേ? എന്താ കിട്ടാത്തേ? അത് EP ജയരാജൻ പ്ലാൻ ചെയ്തുകൊണ്ടല്ലേ പ്രതികളെ കിട്ടാത്തത്? ചോദിച്ചല്ലേ? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? എന്നിട്ടോ പ്രതികളെ കിട്ടിയപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് ഉൾപ്പെടെ പ്രതി. ഓർക്കണം നിങ്ങൾ. നാടകയിൽ ഇത് അക്രമം നടത്തുക, ആസൂത്രിതമായ അക്രമം നടത്തുക, എന്നിട്ട് അക്രമം CPMൻ്റെ നേതാക്കളുടെ പടലിൽ കൊണ്ടുപോയി ഇടുക. അതല്ലേ ചെയ്യുന്നത്? നിങ്ങൾ നോക്കൂ, വയനാട്ടിലൊരു സംഭവം ഉണ്ടായി. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ എന്താ സംഭവം? അവിടെ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ തകർത്തു, ഗാന്ധി നിന്ന എന്ന് പറഞ്ഞ് എത്ര വലിയ പ്രചരണം നടത്തിയതാണ്. അവസാനം CCTV കാര്യങ്ങളെല്ലാം കാണുന്നത് ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് മനസ്സിലായില്ല. CCTV കാര്യങ്ങളൊക്കെ കണ്ടു. SFIയുടെ പ്രവർത്തകർ അങ്ങോട്ടേക്ക് പോയി. ശരിയാ, അത് അങ്ങനെ വേണ്ടിയിരുന്നില്ല ഞങ്ങൾ പറഞ്ഞതാ. പക്ഷെ അവർ എല്ലാവരും ഇറങ്ങുന്ന സമയത്ത് മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ അവിടെ കൃത്യമായി CCTVയിൽ കാണുകയാണ്. എന്നാൽ അവരെല്ലാം ഇറങ്ങിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ പുറത്ത് വന്നിട്ട് പറയുകയാണ്, ഗാന്ധിജിയുടെ ഫോട്ടോ തകർത്തു. CCTV കൃത്യമായി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു. മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ തകർത്തതിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് ഉൾപ്പെടെ പ്രതിയായിപ്പോ. ഇതല്ലേ ഏർപ്പാട്? വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ട് ആ വ്യാജ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ പിൻബലത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരാൾ നേതാവായിട്ട് വരുമ്പോൾ ഇമാതിരി ഏർപ്പാടുകൾ നടക്കും. അതിൻ്റെ മറ്റൊരു പതിപ്പായിരുന്നു മലപ്പട്ടത്ത് പ്ലാൻ ചെയ്തത്. മലപ്പട്ടത്ത് അവിടെ പോവുക. മലപ്പട്ടെന്ന് പറഞ്ഞാൽ CPMൻ്റെ ശക്തി കേന്ദ്രമാണ്. ആ ശക്തി കേന്ദ്രത്തിൽ പോയിട്ട് ബോധപൂർവ്വം പ്രകോപനം ഉണ്ടാക്കുക. ആരും മൈൻഡ് ചെയ്യുന്നില്ല. ചൂടിയാടുന്ന പ്രകടനം തുടങ്ങി. മലപ്പട്ടത്തെത്തുന്നവരെ ആരും മൈൻഡ് ചെയ്തില്ല. പക്ഷെ മലപ്പട്ടത്തെത്തി അതിൻ്റെ മുൻഭാഗം പൂർണ്ണമായും പ്രകടനം അവസാനിച്ചു. അവസാനം ഏറ്റവും പിന്നിലുള്ള ഭാഗം ഗുണ്ടകളെ സെറ്റ് ചെയ്ത സ്ഥലം CPMൻ്റെ ഓഫീസിൻ്റെ മുന്നിലെത്തുമ്പോൾ ഗുണ്ടകൾ അവിടെ നിന്ന് നേരെ പാർട്ടി ഓഫീസിന് നേരെ എറിയാണ്. എറിഞ്ഞു കഴിഞ്ഞാൽ പ്രകോപനം ഉണ്ടാകുമെന്നറിയാം. പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 2 തല്ലുകൊള്ളുമെന്നറിയാം. 2 തല്ല് കൊണ്ടു കഴിഞ്ഞാൽ ഹീറോ ആവാം. അങ്ങനെ ഹീറോ ആക്കി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയാത്തവരല്ല കണ്ണൂർ ജില്ലയിലെയും മലപ്പുറത്തെയും ജനങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ചിലർ പറയാണ് CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. മലപ്പട്ടായത് വെറുതെയല്ല. ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായിട്ടുള്ള മഹാപോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ
സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നാടാണ് മലപ്പട്ടം. ആ മലപ്പട്ടത്തിനൊരു ചരിത്രവും പാരമ്പര്യമുണ്ട്. കോൺഗ്രസിന് നേരത്തെ സ്വാധീനം ഉണ്ടായിരുന്നു മലപ്പട്ടത്ത്. പക്ഷേ സ്വന്തം അനുഭവത്തിലൂടെ കോൺഗ്രസിൻ്റെ അനുഭാവികളായിട്ടുള്ള മലപ്പട്ടത്തെ ജനങ്ങൾ തീരുമാനിച്ചു കോൺഗ്രസ് അല്ല വേണ്ടത്, CPM വേണ്ടത്. അങ്ങനെ CPM ആയി. അതാ മലപ്പട്ടം. മലപ്പട്ടം മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ അങ്ങനെയുള്ള ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങൾ നിങ്ങൾ പാർട്ടി ഗ്രാമങ്ങളെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നുണ്ട്. ആ കേന്ദ്രങ്ങൾ പാർട്ടിയുടെ മഹാഭൂരിപക്ഷ കേന്ദ്രങ്ങളായി മാറിയത് വെറുതെ മാറിയതല്ല. കയ്യൂരിലും കരിവള്ളൂരിലും കാവുമ്പായിലും മുനയങ്കുന്നിലും പാടിക്കുന്നിലും പഴശ്ശിയിലും പായത്തും പെരളത്തും തില്ലങ്കേരിയിലും ഉൾപ്പെടെ ഒരുപാട് കർഷക പോരാട്ടങ്ങൾ നടന്നു, ചെറുത്തുനിൽപ്പുകൾ നടന്നു. തലശ്ശേരിയിലും മൊറാഴയിലും ചെറുത്തുനിൽപ്പുകൾ നടന്നു. ആ ചെറുത്തുനിൽപ്പുകളുടെ ഉൽപ്പന്നങ്ങളായിട്ടാണ് ഓരോ പ്രദേശങ്ങളിലെയും ജനങ്ങൾ പൂർണ്ണമായും സമ്പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റുകാരായി മാറിയത്. അവിടെ മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ആളെ കൊണ്ട് കൊടുക്കൽ ഞങ്ങളെ പണിയല്ല. സമ്പൂർണ്ണമായി CPM ആയി മാറി. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാലം അവിടെ സ്തൂപം ഉണ്ടായിരുന്നില്ലേ? ഇത്രയും കാലം അവിടെ ഈ പറയുന്ന വിദ്വാൻ അവിടെ ഉണ്ടായിരുന്നില്ലേ? അയാൾ തുടർച്ചയായി ഇത്തരത്തിൽ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നില്ലേ? മലപ്പട്ടത്തല്ലേ ഉണ്ടാവുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ എതിരാളിക്ക് പ്രവർത്തിക്കുന്നതിന് ഈ കേന്ദ്രങ്ങളിലൊന്നും ഒരു തടസ്സവും ഇല്ല. പക്ഷെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ആളെ കിട്ടുന്നില്ല, അതുകൊണ്ട് അയാളെ ഞങ്ങൾ തരണം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ പണിയല്ല. എന്നിട്ട് അത്തരം കേന്ദ്രങ്ങൾ പാർട്ടി ഗ്രാമങ്ങളാണ് എന്ന് അധിക്ഷേപിച്ചുകൊണ്ട് അത്തരം കേന്ദ്രങ്ങളെ ആക്രമിച്ച് CPIMനെ കരിവാരി തേക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന നീക്കമാണത്. അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയാത്തവരല്ല കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾ. അക്രമത്തിന് തുടക്കമിട്ടത് യൂത്ത് കോൺഗ്രസ്സാണ്. അനാവശ്യമായ പ്രകോപനം 6-ാം തീയതി സൃഷ്ടിക്കുകയായിരുന്നു. ആ പ്രകോപനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ചില സംഭവങ്ങളുണ്ടായത്. ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവം പൂർണ്ണമായും യൂത്ത് കോൺഗ്രസ് ആസൂത്രണം ചെയ്തതാണ്. ആ ആസൂത്രണം ചെയ്ത യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ഉൾപ്പെടെ ഇതിനായി കർശനമായ നടപടി സ്വീകരിക്കണം. ഞങ്ങൾ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇത് യൂത്ത് കോൺഗ്രസിൻ്റെയും മൂത്ത കോൺഗ്രസിൻ്റെയും പ്രകോപനമുണ്ടാക്കാനുള്ള കെണിയാണ്. നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള കെണിയാണ്. ആ കെണിയിൽ വീണു പോകരുത്. ആ കെണിയിൽ വീണു പോകരുത് എന്നുള്ളത് കൊണ്ടാണ് CPMൻ്റെ കണ്ണൂർ ജില്ലയിലെ 2 ഉന്നത നേതാക്കൾ, സഖാവ് ഗോവിന്ദ മാഷും അതുപോലെ തന്നെ PV ഗോപിനാഥും, ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അവിടെ എത്തി ജനങ്ങളെ അവിടെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നേതൃത്വം നൽകിയിട്ടുള്ളത്. ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങളുടെ ദൗർബല്യം കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ചെയ്യുന്ന പണിക്ക് അതിനേക്കാൾ നല്ല രീതിയിൽ, നല്ല കരുത്തോടെ, ഒരിക്കലും മറക്കാത്ത വിധത്തിൽ മറുപടി നൽകാനൊക്കെ കഴിവുള്ള പ്രസ്ഥാനം തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. പക്ഷെ ഞങ്ങളത് ചെയ്യാത്തത് ഞങ്ങൾ ക്ഷമിക്കുന്നതുകൊണ്ടാണ്, ഞങ്ങൾ പക്വത കാണിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇമാതിരി ചപ്പടി വിദ്യകളിൽ നിന്ന്, ഇമാതിരി പ്രകോപനം ഉണ്ടാക്കുന്ന ഏർപ്പാടുകളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണം. ജനങ്ങൾ ഈ പ്രകോപനങ്ങളിൽ വീഴരുത് എന്നുകൂടി ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പോലീസിന്റെ ഇടപെടൽ കൃത്യമായിരുന്നു തോന്നുന്നത്. ഇതിപ്പോ പോലീസ് FIR വന്നപ്പോൾ തന്നെ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ട് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. പക്ഷെ അതിൽ പ്രതിപട്ടികയിൽ നോക്കുമ്പോൾ ഈ പുറത്തുനിന്ന് വന്ന, അതായത് മലപ്പട്ടക്കാരല്ലാത്ത ആളുകളും അങ്ങനെയൊക്കെയുള്ളവരാണ് അതിലുള്ളത്. അതേസമയം CPIMന്റെ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പ്രതിയുമാണ്. മാത്രമല്ല ഇന്നലെ സംഘർഷം നടക്കുമ്പോൾ ആ ജംഗ്ഷനിൽ ആകെ 3-4 പോലീസുകാരാണ് ആ സമയത്ത് ആ യാത്ര അവിടെ എത്തുന്ന സമയത്തുള്ളത്. പോലീസിനൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ അതിന്? അല്ല, അതിൽ CPMൻ്റെ എത്ര ആളുകൾ അവിടെ ഉണ്ടായിരുന്നു? സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമായിരുന്നു എങ്കിൽ CPMന് മലപ്പട്ടത്ത് ഒരു 10 മിനിറ്റ് കൊണ്ട് 100 കണക്കിന് ആളുകൾ ആ പ്രദേശത്തെത്തും. നിങ്ങൾക്കറിയില്ലേ? CPMൻ്റെ ആരാ ഉണ്ടായിരുന്നു അവിടെ? വായനശാലയിൽ പത്രം വായിച്ചിരിക്കുന്ന ആളുകൾ, പാർട്ടി ഓഫീസിലുള്ള ഒരു 5-10 ആളുകൾ, അതല്ലേ ഉണ്ടായിരുന്നത്? അതാണ് പോലീസ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സംഘർഷം, ഒരു പ്രകടനം, ഒരു സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ KPCCയുടെ മുൻ പ്രസിഡന്റ് പങ്കെടുക്കുന്ന ഒരു പരിപാടി, ആ പരിപാടിയിൽ പ്രകടനം നടത്തി സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രകടനം നടത്താൻ സാധാരണയിൽ ആരും ചിന്തിക്കില്ല.
ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ പോലീസ് അങ്ങനെ കരുതിയിട്ടുണ്ടാവും. പക്ഷേ വളരെ ആസൂത്രിതമായി സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടി നടത്തിയിട്ടുള്ളതെന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ അതിൽ പിന്നിൽ നിന്നാണ് ഈ അക്രമം മുഴുവൻ നടന്നിട്ടുള്ളത്. അക്രമം ഡയറക്റ്റായിട്ട് നടത്തിയിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ സംഭവങ്ങൾ മൊത്തം പരിശോധിക്കുമ്പോൾ ഇത് സ്വാഭാവികമായിട്ട് വന്നതല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അത് വളരെ വ്യക്തമാണ്. കാരണം എന്തിനാണ് ഓഫീസിന് നേരെ എറിയാൻ വേണ്ടിയിട്ട് കുപ്പിയെടുത്തിട്ട് വരുന്നത്? എന്തിനാണ് കയ്യിൽ കല്ലുമായിട്ട് വരുന്നത്? എന്തിനാണ് പിന്നിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സംഘം ധീരജിനെ കുത്തിക്കൊന്ന കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും മുദ്രാവാക്യം വിളിച്ചിട്ട് വരുന്നത് എന്തിനാണ്? പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ കൃത്യമായി ആസൂത്രിതമായി പ്രകോപനമുണ്ടാക്കി സംഘർഷമുണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും 3-4 സാധാരണ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ചിന്തിച്ചിട്ടായതാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. അപ്പോൾ അത് ഉന്നതതല ഗൂഢാലോചന അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഗൂഢാലോചനയെ സംബന്ധിച്ച് പോലീസ് ഫലപ്രദമായി അന്വേഷിക്കണം. അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം. അപ്പോൾ അത് പോലീസ് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വിഷയത്തിൽ മയ്യിൽ പോലീസ് ഇട്ടിട്ടുള്ള എഫ്ഐആർ പാർട്ടി പരിശോധിച്ചു. എഫ്ഐആർ ഞാൻ കണ്ടിട്ടില്ല. അത് അതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം, എന്താണ് സംഭവം എന്നുള്ളത് നോക്കാം. മലപ്പുറത്തെക്കുറിച്ച് 2 വർത്താനമുണ്ട്. അതായത് നിങ്ങളിപ്പോൾ മലപ്പുറം എന്തോ ഒരു വലിയൊരു ഭീകര താവളാണെന്നുള്ള മട്ടിലാണല്ലോ നിങ്ങളെല്ലാം കരുതുന്നത്. നിങ്ങളോടെല്ലാം ഞാനൊരു അഭ്യർത്ഥന നടത്താം. നിങ്ങളൊന്ന് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തും മലപ്പുറത്തെക്കുറിച്ച്. ഇത്രയേറെ സമാധാനവും സൗഹാർദ്ദവും നിലനിൽക്കുന്ന ഒരു നാടിനെ നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ നോക്കുക, ഒന്നും വേണ്ട, മയ്യിൽ പോലീസ് സ്റ്റേഷൻ്റെയും ഇരിക്കൂർ പോലീസ് സ്റ്റേഷൻ്റെയും ക്രൈം റെക്കോർഡ് എടുത്ത് പരിശോധിച്ച് നോക്കും. മലപ്പുറത്ത് ഏതെങ്കിലും ഒരു 307 ചാർജ് ചെയ്ത് സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഏതൊക്കെ കോൺഗ്രസ്സുകാർക്ക് അവിടെ ജീവിക്കാൻ കഴിയാതെ അന്തരീക്ഷം ഉണ്ടാവും? എത്ര സൗഹാർദ്ദമാണ്. എന്നാൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ ഉണ്ടായത് നേരത്തെ എല്ലാം നാഗേഷ് പറഞ്ഞു, എന്തിനു വേണ്ടിയിട്ടാണ് ആ മലപ്പുറത്തിനെ ഇതേപോലെ ഒരു ഭീകര നാടായിട്ട് ചിത്രീകരിക്കാൻ നിങ്ങൾ കൂട്ടുനിൽക്കുന്നത്? ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ ആര് വന്നാൽ എൻ്റെ ചെലവിൽ വന്നോ, ഞാൻ മുഴുവൻ നാട്ടിലെ നിങ്ങളൊന്ന് കണ്ടു കാണിക്കുക. 10-19 വായനശാലകൾ സൗഹാർദ്ദത്തോടെ പ്രവർത്തിക്കുന്ന ഒരു നാട്, ഇത്രയും സൗഹാർദ്ദമുള്ള നാട് എവിടെയും കാണുമോ? അവിടെ വന്ന് കൊലവിളി നടത്തുക, പാർട്ടി ഓഫീസ് എറിയുക. കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞാൽ മലപ്പുറത്തിൻ്റെ എരിക്കൂറിൻ്റെ MLA-യും കാവുമ്പായി സമര സേനാനിയാണ്. ആ സഖാവിൻ്റെ സ്മാരകമാണ് കുഞ്ഞിക്കണ്ണൻ സ്മാരകം. അതിനാണ് കല്ലെറിയുന്നത്. അതിൻ്റെ ജലജില്ലാണ് പൊളിഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, സമാധാനമല്ലേ മലപ്പുറത്തുകാർ കാണിച്ചത്? ഇതിലപ്പുറം സംഭവിക്കൂലേ? ഇതിന് നേതൃത്വം കൊടുക്കല്ലേ നേതാക്കന്മാർ? അവിടെ വന്ന ക്രിമിനൽസിൻ്റെ പേര് ഓരോന്നും ഞങ്ങൾ എടുത്തു തരാൻ നിങ്ങൾക്ക്. എത്ര കേസിലാണ് അവിടെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, അവൻ്റെ വീട്ടിൽ എത്ര കേസാണ്? എന്താ കേസറിയോ? കഞ്ചാവ് പിടിച്ച കേസ്. അന്വേഷിക്കും നിങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ ഈ പറയുന്ന സനീഷിന്റെ അനുജനെ കള്ളു കുടിച്ച് കുഴപ്പമുണ്ടാക്കി തീർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ? ആരായി സെറ്റ്? ഇവരാണോ രാഷ്ട്രീയ പ്രവർത്തനം? ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം? സുധാകരൻ എന്ന് പറയുന്ന ആൾ വലിയ മഹാൻ തന്നെ, പക്ഷേ അദ്ദേഹം പ്രസംഗിക്കുന്നെന്താ? ഞാൻ വേണോ അത്? ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം? മലപ്പുറത്ത് വന്ന് അങ്ങനെ വെല്ലുവിളിച്ചാൽ മലപ്പുറത്ത് എന്തായിരിക്കും അവസ്ഥ? ജനങ്ങൾ ആ രീതിയിൽ പ്രതികരിക്കാതെ നേരത്തെ പറഞ്ഞുകൊണ്ടല്ലേ ഗോപി നേരത്തെ അവിടെ എത്തി. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാനും എത്തി. ഇത്ര സമാധാനം പുലരുന്ന നാടിനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഇതിനെയാണ് നിങ്ങളെല്ലാം ചേർന്നിട്ട്, മാധ്യമങ്ങൾ ചേർന്ന് വാർത്ത കൊടുക്കുക. എന്താ മലപ്പുറത്ത് അക്രമം തേച്ച് നടത്തിയത് കമ്മ്യൂണിസ്റ്റുകാർ, CPM-കാർ. ഇതല്ലേ നിങ്ങളെ വാർത്ത? ആ നാട്ടിൽ നിങ്ങൾ നോക്കണം, 6 കിലോമീറ്റർ ദൂരമുണ്ട് അടുവാപ്പുറത്ത് നിന്ന് മലപ്പുറത്തേക്ക് നടന്നു വന്നില്ലേ ഇവർ? പാർട്ടിയുടെ ശക്തി എന്നിട്ടില്ലേ നടന്നു വന്നത്? ഇവിടെ ഒരു അപശബ്ദം ഉണ്ടാക്കിയോ? അതാണ് അവിടുത്തെ പാർട്ടി. ഇവിടെ വന്ന് ആഫീസ് ആക്രമിക്കുമ്പം നോക്കി നിൽക്കാനുള്ള മനസ്സ് അതിൻ്റെ അവിടെ ഇല്ല. അതാണ് അവിടെ ഉണ്ടായത്. കാണണ്ടേ നിങ്ങളത്? ഇനിയെങ്കിലും നിങ്ങളെല്ലാം മലപ്പുറത്തെക്കുറിച്ച് ഒന്ന് പഠിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്നിട്ട് വാർത്ത കൊടുക്കാം. കേരളത്തിലൊരു നാട് ഇത്രയേറെ സമാധാനപൂർവ്വ ജീവിതം നയിക്കുന്ന ഒരു നാടും ജനതയും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അതിനെയാണ് നിങ്ങൾ തകർക്കുന്നത്. അതിനാണ് പുറത്തുനിന്ന് ഗുണ്ടാകളെ ഇറക്കുന്നത് ആ നാടിനെ തകർക്കാൻ. അതിന് കൂട്ടു നിൽക്കണമെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഒരു കാര്യം കൂടി, ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അവിടെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം മലപ്പുറത്ത് സംഘടിപ്പിക്കുക. നിങ്ങളെല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുക. നിങ്ങളെല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കുക.
അവിടെ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ നാട്ടുകാരെ അറിയിക്കണമെന്നും അഭ്യർത്ഥിക്കുക. അവിടെ അക്രമം ഉണ്ടാക്കാൻ വേണ്ടി വരുന്നവരായിരിക്കില്ല. ശക്തമായ പ്രതിഷേധം അവിടെയുള്ള ജനങ്ങൾ നടത്താൻ പോകും. മലപ്പട്ടം എന്താണ് എന്ന് നിങ്ങൾക്കപ്പം മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും മലപ്പട്ടത്തേക്ക് ക്ഷണിക്കുകയാണ് വൈകുന്നേരത്തോട്. അവിടെ ഒരു ഗാന്ധി സ്തൂപം തകർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പിന്നിൽ CPM എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കോൺഗ്രസിൻ്റെ ആരോപണമല്ലേ? അതെ, പോലീസിൻ്റെ FIR എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പരാതി കൊടുത്താൽ അപ്പോൾ ഇടുന്ന സാധനത്തിൻ്റെ പേരാണ് FIR. അത് അന്വേഷിച്ച് പിടിക്കട്ടെ, അന്വേഷിച്ച് പോലീസ് പിടിക്കട്ടെ. അത് ആരോപണമാണല്ലോ. ഇതിൽ ഗാന്ധി സ്തൂപം എന്ന് പറയുന്ന ഒരു നറേറ്റീവ് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എന്ത് സ്തൂപമായാലും എന്ത് അക്രമം നടത്തിയാലും ഞങ്ങൾ അതിനെ ന്യായീകരിക്കാൻ പോകുന്നില്ല. പക്ഷെ മഹാത്മാഗാന്ധിയുടെ പേര് പറഞ്ഞ ഒരു നറേറ്റീവ് കൊണ്ടുവരണ്ട. അത് യൂത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടൊരു കൊടിയും ഒരു സംവിധാനമാണ്. അതിൻ്റെ മേലെ മഹാത്മാഗാന്ധിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അതിന് ഗാന്ധി സ്തൂപം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നറേറ്റീവ് കൊണ്ടുവരികയാണ്. അതിൻ്റെ ലക്ഷ്യം എന്നാൽ ഞങ്ങൾക്കറിയാം. ഗാന്ധി നിന്നാന്ന് പറയുന്നത് എന്താ? അതാണ് നിങ്ങൾ വയനാട്ടിൽ കണ്ടത്. മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ തറയിലിട്ട് ഇടിച്ച് പൊളിച്ചിട്ട് മീഡിയനെ വിളിച്ചിട്ട് അത് SFIക്കാർ ചെയ്തതാണ് എന്ന് പറയുന്നതിനപ്പുറമുള്ള ഗാന്ധി നിന്ന വേറെ ഇല്ലല്ലോ. അതിൻ്റെ നേതാവല്ലേ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ആ പദ്ധതി പ്ലാൻ ചെയ്തത് ഇയാൾ ഉൾപ്പെടെയുള്ളവരുടെ അറിവോട് കൂടിയല്ലേ. അപ്പോൾ അവരുടെ ഗാന്ധി പ്രേമത്തെക്കുറിച്ച് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട. മഹാത്മാഗാന്ധി ഈ നാടിനെന്താണെന്നും ഗാന്ധിജിയെ ഈ നാടെങ്ങനെയാണ് ആദരിക്കുന്നതെന്നും കൃത്യമായിട്ട് അറിയുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഗാന്ധിജിയുടെ ഒരു മറവുണ്ടാക്കിയിട്ട് നിങ്ങൾ വലിയ ഗാന്ധിൻ്റെ ആളും ഞങ്ങൾ ഗാന്ധി നിന്ന് നടത്തുന്നവരും എന്ന് പറയുന്ന ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെ ഈ അക്രമത്തെ നിങ്ങൾ ഉപയോഗിക്കേണ്ട. ഇത്രയേ ഉള്ളൂ. അല്ല, അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് ആരാണ് ഞങ്ങൾക്കറിയില്ല. അത് പോലീസിനും അറിയില്ല. അത് യൂത്ത് കോൺഗ്രസിൻ്റെ ആരോപണം മാത്രമാണ്. എന്നാൽ ഞാനീ പറഞ്ഞ ആരോപണമല്ല, വീഡിയോ ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. ആ വീഡിയോ ദൃശ്യങ്ങളെക്കുറിച്ചാണ് ഒരു മാധ്യമം കൊടുത്തത്. അതാണ് പ്രശ്നം. ആ വീഡിയോ ദൃശ്യങ്ങളെക്കുറിച്ച് സർക്കാരിൻ്റെ ബോർഡുകൾ തകർത്തെന്ന് CPM നിങ്ങളെ കൺമുന്നിലുള്ളതാണ്. ആ കൺമുന്നിലുള്ളത് ഇന്ന ആളുകൾ ചേർന്ന് തകർത്തു. ഇതൊന്നും അറിയാത്തവരല്ലല്ലോ. കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും അറിയപ്പെടുന്ന നേതാക്കൾ തകർക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ഇന്ന ആളുകൾ ചേർന്ന് തകർത്തു എന്ന് പറഞ്ഞ് വെണ്ടക്കയിൽ വാർത്ത കൊടുക്കേണ്ടവരല്ലേ നിങ്ങൾ? ഇപ്പോൾ ഇതേ കാര്യം SFIയുടെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് DYFIയുടെ ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും കൂടിയാണ് ചെയ്തതെങ്കിൽ ഇത് 5 ദിവസത്തെ ചർച്ചയാവില്ലേ? ആവേണ്ടതല്ലേ നേതാക്കൾ ചെയ്താൽ? ഇത് വേറെ ആരും ചെയ്തതല്ലോ, നേതാക്കളല്ലേ. അവരുടെ പേരല്ലേ ഞാനിവിടെ പറഞ്ഞത്. ആ നേതാക്കൾ ചെയ്തതിനെക്കുറിച്ച് നിങ്ങൾ കൊടുത്ത വാർത്തയായത്. സർക്കാരിൻ്റെ ബോർഡുകൾ തകർത്തെന്ന് CPM. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാർത്തയില്ല. തകർത്തു എന്ന് പാർട്ടി പറഞ്ഞതിനെ ഒരു കുഞ്ഞു കോളാക്കിയിട്ട് തകർത്തെന്ന് CPM. നിങ്ങൾ കൺമുന്നിൽ വീഡിയോ കാണുക, നിങ്ങളതിനെക്കുറിച്ച് മിണ്ടില്ല. എന്നിട്ട് മറ്റേതോ അടുത്ത സംഭവം, യൂത്ത് കോൺഗ്രസിൻ്റെ രക്തസാക്ഷി സ്തൂപം തകർത്ത് CPM പ്രവർത്തകർ. അതാണ് ഞാൻ ചോദിച്ചത്. ഈ സ്തൂപം തകർക്കുന്ന മനോരമ കണ്ടോ? അപ്പം തകർത്തായി. വീഡിയോ കൃത്യമായിട്ട് നിങ്ങളെ കൺമുന്നിലുണ്ടാകുമ്പോൾ ആര് തകർത്തെന്ന് നിങ്ങൾക്കറിയുമ്പോൾ അത് ഇന്നയാൾ തകർത്ത് എന്ന് നിങ്ങൾക്ക് പറയാനുള്ള മനസ്സില്ല. അതാണ് നിങ്ങളുടെ രാഷ്ട്രീയം. അതാണ് നിങ്ങൾ കാണിക്കുന്ന അങ്ങേയറ്റം നികൃഷ്ടമായ നിലപാട്. എന്നാൽ അതേ സമയത്ത് ഇത് നിങ്ങൾ കണ്ടിട്ടില്ല. ഇതൊരു ആരോപണം മാത്രമാണ്. ആ ആരോപണം നിങ്ങൾ കൺഫേം ചെയ്തിട്ട് CPM തകർത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ വാർത്ത കൊടുക്കുക. ഇത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. ഇവിടെ സർക്കാരിന്റെ ബോർഡ് തകർത്ത വിഷയത്തിൽ ആ സമയത്ത് തന്നെ നമ്മൾ എല്ലാ മാധ്യമങ്ങളും അത് ലൈവായി നൽകിയതാണ്. കോൺഗ്രസ് പ്രവർത്തകർ തകർക്കുന്നതിന് തത്സമയ ദൃശ്യങ്ങൾ നൽകിയതാണ്. മനോരമ പത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പത്രത്തിൽ വന്നതിനും പൂർണ്ണമായും അല്ല, ഞാൻ വന്നത് നിങ്ങളുടെ മുമ്പിൽ വായിക്കല്ലേ. അതിൽ FIR എന്ന് പറയുന്നത് എന്താ? FIR നിങ്ങളൊരു പരാതി കൊടുത്താൽ ആ പരാതി രേഖപ്പെടുത്തുന്നതിനെയാണ് FIR എന്ന് പറയുക. ആ പരാതിയിലുള്ളതാണ് FIR ഇടുക. ആ FIR എന്ന് പറഞ്ഞാൽ അതാണ് യാഥാർത്ഥ്യം എന്ന് വെക്കണ്ട. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അന്വേഷിച്ചാലാണ് വസ്തുത മനസ്സിലാവുക. എന്നാൽ അത് പരാതി മാത്രമാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലിട്ട് FIR മാത്രമാണ്. എന്നാൽ ഇതെന്താ? ഇത് വീഡിയോ ദൃശ്യങ്ങളാണ്. നിങ്ങൾക്കറിയുന്നവരല്ലേ ഇവർ? നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അറിയാത്തവരാണോ ഞാൻ ഈ കാണിച്ച വീഡിയോ ദൃശ്യത്തിൽ കാണിച്ചവർ? നിങ്ങൾ നിരന്തരം കാണുന്നവരല്ലേ? നിങ്ങൾ പത്രസമ്മേളനത്തിലും പ്രസ് ബൈറ്റിങ്ങിലും ഒക്കെ പങ്കെടുക്കുന്നവരല്ലേ? നിങ്ങൾക്കറിയാലോ അവർ.
അവർ ഇന്ന നേതാക്കൾ ചേർന്നിട്ടാണ് ഇത് ചെയ്തതെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത്? അത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമായിട്ട് എന്തുകൊണ്ടാണ് മാറുന്നത്? അത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ്. സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളുമാണ് ചെയ്യുന്നത്. അതാ ഞാൻ പറഞ്ഞത്, സാധാരണ പ്രവർത്തകരായിരുന്നുവെങ്കിൽ ഞാനിങ്ങനെ പറയുമായിരുന്നില്ല. സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും ചേർന്നിട്ടൊരു കൃത്യം ചെയ്യുന്നു. എന്നാൽ മറ്റതോ ഒരു പരാതി, അവർ കൊടുത്ത പരാതി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു മാധ്യമം വാർത്ത ചെയ്യുന്നു. ഈ ഒരു നെറേറ്റീവാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. ആ നെറേറ്റീവിനെയാണ് ഞാൻ പറയുന്നത്. അത് ശരിയല്ല. അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് നിങ്ങൾ തന്നെ ആലോചിക്കുക. നിങ്ങൾ ചെയ്യുന്നത് നീതിയാണോ? നിങ്ങൾ കാണിക്കുന്നത് പത്രധർമ്മമാണോ? അതോ വല്ലാത്ത വിധത്തിൽ CPM വിരോധം വല്ലാതെ തലയിൽ ഇങ്ങനെ കിടന്നിട്ട് എന്തെങ്കിലും കാണിക്കലാണോ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങൾ തന്നെ ആലോചിക്കുക. സ്വയം ആലോചിക്കുക. നിങ്ങൾക്കുണ്ടാവില്ല ഒരു മനസാക്ഷി എന്ന് പറയുന്ന സാധനം. അത് വെച്ചൊന്ന് ആലോചിക്കുക. അപ്പോൾ മനസ്സിലാവും. ശരി, പോരെ. ബോർഡ് തകർത്തില്ല, സർക്കാരിന്റെ ബോർഡ്. അതിന് ശേഷമാണ് ഈ സ്തൂപം തകർത്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അല്ല, ആ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതി, ആ സംഭവത്തിലുള്ള അയാൾ ഇങ്ങനൊരു കൃത്യം നടത്തി. ആ കൃത്യം നടത്തിയ ഒരാൾ, ചിലപ്പോൾ ആളുകൾ ഇത് കാണുന്ന സമയത്ത് പ്രകോപനം ഉണ്ടായിട്ടുണ്ടാവാം, നമുക്കറിയില്ല. അയാളുടെ വീട്ടിലാണ്. പിന്നെ മറ്റൊരു സാധ്യത കൂടി ഞാൻ പറയാം. അതായത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഇത് വാർത്തയായി, നിങ്ങൾ വാർത്ത കൊടുത്തു, ചിലർ വാർത്ത കൊടുത്തു, ശരിയാണ്. ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് ആസൂത്രണം ചെയ്തുകൂടെ? ഞാൻ പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സമീപകാലത്തെ പ്രവർത്തന രീതി നോക്കുമ്പോൾ എല്ലാറ്റിനും സാധ്യതയുണ്ട്. ഞാനൊന്നും കൺഫേം ചെയ്തിട്ട് പറയുന്നില്ല, പക്ഷേ എല്ലാറ്റിനും സാധ്യതയുണ്ട്. ആര് ചെയ്തു എന്നുള്ളത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. AKG സെൻറ്റർ നേരെ ബോംബെറിഞ്ഞിട്ട് EP ജയരാജനാണ് അത് ചെയ്തതെന്ന് പറഞ്ഞ് ഒരു വിഷമവുമില്ലാതെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ള നേതാവാണ് ഈ പറഞ്ഞ നേതാവ്. മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ തകർത്തിട്ട് ആ ഫോട്ടോ തകർത്തത് SFIക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞവരാണ് ഇവർ. പക്ഷേ കൃത്യമായ എവിഡൻസ് സഹിതം ഇതൊക്കെ ചെയ്തത് യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കളാണ്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തതെന്ന് തെളിവ് സഹിതം പുറത്തു വന്നിട്ടുണ്ട്. മുൻ അനുഭവങ്ങൾ അതാണ്. അതുകൊണ്ട് മുൻ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെയുണ്ടായിട്ടുള്ള സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം എന്താണ് ആസൂത്രണം ചെയ്തത് നമുക്കറിയില്ല. ഒരു പരാതിയുണ്ട്. ആ പരാതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പോലീസ് FIR ഇട്ടിട്ടുണ്ട്. ആ FIRൻ്റെ മേലെ പോലീസ് അന്വേഷിക്കട്ടെ, ആളുകളെ കണ്ടെത്തട്ടെ. കണ്ടെത്തിയതിന് ശേഷം നമുക്ക് പറയാം. ഇപ്പോൾ അതിൻ്റെ മേലെ നമുക്കൊന്നും കൺഫേം ചെയ്യണ്ട. ഇന്നലെ അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നു. അടവാപ്പുറത്ത് പോലീസിന്റെ സാന്നിധ്യം ഉൾപ്പെടെ ഉള്ള സമയത്ത് വീണ്ടും അവിടെ അത് പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സ്തൂപം തകർത്തു എന്ന് കോൺഗ്രസിന്റെ ഒരു ആരോപണമുണ്ട്. ഒരു വീഡിയോ ഒക്കെ പുറത്തു. ഒക്കെ ആരോപണമല്ലേ, നമുക്ക് നോക്കാം, വരട്ടെ, ലെറ്റ് ഇറ്റ് കം. ആരോപണങ്ങളാണ്. ഞാൻ കാണിച്ച ആരോപണങ്ങളല്ല, വീഡിയോ ദൃശ്യങ്ങളാണ്, തെളിവാണ്. രണ്ടും രണ്ടാണ്. ആരോപണമല്ലേ, ആരോപണം ഉന്നയിക്കട്ടെ. ഇത് ആരുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്? ഏതാണ് FIR ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഏതില്? ആരാ പരാതിപ്പെട്ടത്? ഏത് സംഭവം? ആ FIR ഒന്ന് നോക്കണം. അത് നോക്കിയിട്ട് മനസ്സിലാവുന്നത് മയ്യിൽ CI അയാളെ കണ്ട് ബോധ്യപ്പെട്ട സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എടുത്ത കേസായിട്ടാണ് തോന്നുന്നു. പാർട്ടി ഒന്നും കൂടി ഒന്ന് പരിശോധിക്കുന്നത്. പരിശോധിക്കാം, എന്താണെന്നുള്ളത് നോക്കാം. എന്തായാലും ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ സത്യസന്ധമായി കാര്യങ്ങൾ പറയുമെങ്കിൽ, ചിന്തിക്കുമെങ്കിൽ നിങ്ങൾക്കറിയാം എന്താ ഉണ്ടായിട്ടുള്ളത്. അവിടെ ഏറ്റവും ആദ്യം CPMൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ കുപ്പിയെടുത്ത് എറിയുകയാണ് ചെയ്തത്. അതിനു മുമ്പ് വഴിനീളെ പ്രകോപനപരമായിട്ടുള്ള തെറി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് വന്നുകൊണ്ടിരുന്നത്. അതിലേറ്റവും പ്രകോപനപരമായിട്ടുള്ളതാണ് മയ്യിൽ പ്രദേശം എന്ന് പറഞ്ഞാൽ തളിപ്പറമ്പ് മയിലും തമ്മിൽ അധികം ദൂരമൊന്നുമില്ല, ഒരേ മണ്ഡലമാണ്. അവിടെ ആ മണ്ഡലത്തിൽ തന്നെയാണ് ധീരജിൻ്റെ രക്തസാക്ഷി കുടീരം, ധീരജിൻ്റെ രക്തസാക്ഷിത്വം. ധീരജിൻ്റെ വീട് എവിടെയാണ്? അതേ മണ്ഡലത്തിൽ നിന്ന് നേരെ മലപ്പട്ടത്തു നിന്ന് തളിപ്പറമ്പേക്ക് വിളിച്ചാൽ കേൾക്കുന്ന അകലെയുള്ള ധീരജിൻ്റെ രക്തസാക്ഷിത്വം നിലനിൽക്കുന്ന ഒരു ഉൾക്കൊള്ളുന്നൊരു മേഖല. അവിടെ നിന്നിട്ട് ധീരജിനെ കുത്തിക്കൊന്ന കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുമ്പോൾ എത്ര വലിയ പ്രകോപനം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയാത്തവരല്ല യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. അപ്പോൾ പ്രകോപനം ഉണ്ടാക്കുക, എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രകോപനം അവിടെയുള്ള ജനങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ട് ഇതാ ഞങ്ങളെ കൊന്നേ, ഞങ്ങളെ തിന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ പറയുക. എന്നിട്ട് പാർട്ടി ഗ്രാമമാണ് എന്ന് പറയുന്ന ഒരു നെറേറ്റീവിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ലക്ഷ്യം. അത് വളരെ കൃത്യമാണ്. അത് മനസ്സിലായതുകൊണ്ടാണ് അവിടെയുള്ള ജനങ്ങൾ നല്ല
രാഷ്ട്രീയ ബോധം കാണിച്ചതുകൊണ്ടാണ് അവിടെ യാതൊരു പ്രകോപനവും തിരിച്ച് പ്രകോപനം ഇല്ലാതെ പോയിട്ടുള്ളത്. അല്ലാതെ ദൗർബല്യം കൊണ്ടോ ഭീരുത്വം കൊണ്ടോ അല്ല എന്ന് മനസ്സിലാക്കുക. ഒരു കാര്യം, ഈ ഇതിന് മുൻപ് അവിടെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തിയപ്പോൾ അത് CPM തടയുന്നുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ അന്ന് പുറത്തു വന്നു. അപ്പോൾ അവിടെ സൗണ്ട് ബോക്സ് വെച്ച് അവിടെ അനൗൺസ്മെന്റ് നടത്തി എന്നൊക്കെയുള്ള വിഷയങ്ങൾ ഇതിന് മുമ്പ് ഒരു 2-3 ദിവസം മുമ്പ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായ അതെന്താ സംഭവം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടെ നമ്മുടെ ആളുകൾ പ്രതിഷേധ മാർച്ച് അല്ലേ പ്രതിഷേധ മാർച്ച് നടക്കുമ്പോൾ അവർ മീറ്റിംഗ് അപ്പുറത്ത് നടക്കുന്നുണ്ട്. തമ്മിൽ സംഘർഷത്തിലൊന്നും പോയിട്ടില്ല. നമ്മളെ വഴിക്ക് പോയി അവരവർ മീറ്റിംഗ് നടത്തിപ്പോയി. നിങ്ങൾ കാണേണ്ടത് അവിടെ അങ്ങനെ ജനങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്നതാണെങ്കിൽ ഒരു മീറ്റിംഗ് നടത്തിയിട്ട് ഒരു കോൺഗ്രസ് ആയാലും തിരിച്ചു പോകാനാവില്ല. ജനങ്ങളുടെ സമാധാനം കൊണ്ടാണ്. അവർ അടുവപ്പുറത്തെ സഹാക്കൾ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ അവർ മൈക്ക് അനൗൺസ്മെന്റ് നടത്തി പ്രസംഗം നടത്തിയാൽ ഇവർ വിടുപെടുത്തി നോക്കി വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ അതൊക്കെ കാണണം. മനുഷ്യരാണ് അവിടെയുള്ളത്. വന്ന് മേലെ കയറുമ്പോൾ അവരെല്ലാം ശ്രമിച്ചു നിൽക്കണമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ചില പ്രതികരണങ്ങൾ ഉണ്ടാവും.